മരണപ്പെട്ടത് ഒരു 8 മാസം ഗർഭിണിയാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞേ മതിയാവും. അതിൽ അവൻ എന്നാ തെറ്റ് നമുക്ക് അറിയണം. ആദ്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? ഇത് വെറും പ്രശ്നം തന്നെയാണ്. അതുപോലെ 1.5 കൊല്ലം മുന്നേ ഇവിടെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനെല്ലാം നോക്കി. അതിൽ കുറേ കാലും കൈയെല്ലാം പൊട്ടും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വെറും പ്രശ്നം തന്നെയാണ്. നമ്മളിതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളെ മാമനെ വിളിച്ചാലാണ് ഇങ്ങനെ ലേശം അടങ്ങിയത്. വെള്ളം കുടിച്ച് വന്ന് വെറും പ്രശ്നം തന്നെ. വീട്ടിലും അറിഞ്ഞിരുന്ന പിന്നെ ഒരു സ്വന്തമായിട്ടൊരു വീടില്ല, അതുകൊണ്ടുള്ള അവിടെ കടിച്ചു പിടിച്ച് നിന്നു. വേറെ കുട്ടിയാണ്? വേറൊരു കുഞ്ഞനുണ്ട്. കുഞ്ഞനെ അവനെ ഉപദേശിക്കുന്നു പറയുന്നിട്ട്. പരാതി കൊടുക്കാൻ ഞങ്ങൾ വിളിച്ചിട്ട് ഓള് വന്നില്ല. ഞങ്ങള് കൊടുത്തു. പിന്നെ ഇല്ല, ഉമ്മ കൊടുത്തില്ല. എന്നെ ഇപ്പൊ ഞങ്ങൾ ഈ അടുത്ത കൊടുത്ത സുഖമില്ലാണ്ടായ ടൈമിൽ വെച്ചാൽ ഓള് പറയുന്ന ടൈമിൽ പറഞ്ഞു വെച്ചാൽ ഞാനില്ല, ഞാൻ വന്നാൽ ശരിയാവില്ല എന്നെല്ലാം പറഞ്ഞ് ഓള് ഒഴിഞ്ഞാൽ. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭീഷണി ഉണ്ടോ? ഞങ്ങൾക്ക് 3 ആൾക്കുള്ളത്. എനിക്ക് ഓളാങ്ങൾക്ക് ഒരു അമ്മായി ഉണ്ട്. കാരണം ഞങ്ങൾ 3 ആളാണ് എനിക്ക് പോക്ക്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ നീ അവിടെ 3 കബർ വെച്ചേക്ക്, നിന്നെ നമ്മൾ കണ്ടോളാം, അല്ലെങ്കിൽ കേസിൽ നിന്ന് പിന്മാറണം, കേസ് വരെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. നമുക്കിത് എന്തായാലും ഞാൻ മരിച്ചാലും അല്ലെങ്കിൽ ഇവ മരിച്ചാലോ, കാരണം ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തൽ കമ്പനിക്കാർ 5-6 കമ്പനിക്കാരുണ്ട്. അവർ കമ്പനിക്കാരാണ് മെഞ്ഞാന്ന് വന്നിട്ട് ഇവനെ അടിച്ചിട്ട് പോയത്. കയ്യിലോട് കുത്തിയതാ. കുത്ത സമയത്ത് കൈ വെച്ച് ബ്ലോക്കാക്കിയാലോ കൈക്ക് 4 തുന്നുണ്ട്. 4 സൈക്കിളുള്ളൂ. അവള് മരിക്കുന്നതിന് 2 ദിവസം മുന്നേ. അന്ന് പറഞ്ഞ ഫോണ് വേണമെന്നാ. ഫോണില്ലേ, ഫോൺ ഇതൊന്നും ഇത് രാത്രി ലഹരി അടിച്ചിട്ട് വിളിക്കുക, ഡെയിലി വിളിക്കുക. രാത്രി എന്ത് അടിച്ചാലും നമ്മൾ പച്ചക്ക് നിൽക്കുക, ഓനടിച്ചിട്ട് നിൽക്കുക.